ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ കാലത്തെ ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നിസ്പത്തിരിക്കുള്ള മാവൊന്ന് വാട്ടിയെടുത്തിക്കാണ് കേട്ടോ. ഇതിപ്പോൾ നെക്സ്റ്റ് ഓർഡറാണ്. ഇപ്പോൾ ഒരു 11 മണിക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതിനൊക്കെ ഞാനിതാ റെഡിയാക്കുകയാണ്. ചില ദിവസങ്ങളിലൊക്കെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഉണ്ടാവും കേട്ടോ ഓർഡർ. ഇന്നിപ്പോൾ എനിക്ക് കാലത്തുണ്ടായിരുന്നു, പിന്നെ ഇതാ അപ്പോൾ ഉച്ചയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വൈകുന്നേരത്തും ഉണ്ട് കേട്ടോ ഓർഡർ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഓർഡറും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ക്യാൻസൽ ചെയ്താണ് കേട്ടോ. ഓർഡർ നമ്മൾ ഏറ്റെടുത്താൽ അത് കറക്റ്റ് സമയത്ത് കൊടുക്കണം. ഇപ്പോൾ 11 മണിക്കാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10:30 10:45 ആകുമ്പോഴേക്കും അവർ വന്നിട്ട് ആയോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ ഏറ്റെടുക്കുള്ളൂ. കുറച്ച് പത്തിരി പരത്തി വെച്ചതിന് ശേഷം ഞാനിതാ ചുട്ടെടുക്കാനും കൂടി തുടങ്ങാണ് കേട്ടോ. പരത്തലും ചുടലും കൂടി തന്നെയാണ് കേട്ടോ ചെയ്യുക. ഇക്കുണ്ടെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ സഹായിക്കും കേട്ടോ. ഒക്കെ ഇപ്പോൾ പുറത്ത് പോയവർക്കാണ്. ഇത് ചെറിയ ഓർഡർ ആയതുകൊണ്ടാണ് കേട്ടോ. വലിയ ഓർഡറൊക്കെ ആണെച്ചാൽ ഞാൻ ഇക്കും കൂടി തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ വീഡിയോസൊക്കെ കണ്ട ശേഷം ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർക്കൊരു വരുമാനം കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പി. കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്കിതുപോലെ തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ. അങ്ങനെ എൻ്റെ പത്തിരിൻ്റെ ഓർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ലാത്ത ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുള്ളൂ. ഇന്നിപ്പോൾ ഇതാ ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കാൻ പോണത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇതാ പത്തിരിയല്ലേ ഉണ്ടാക്കിയത്, പിന്നെ ഇതിനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പത്തിരി ഇവർക്ക് കണ്ട് മതിയായി കേട്ടോ. പത്തിരി കൊടുത്ത് ആരും കഴിക്കൂല. അതുകൊണ്ട് ഞാനിതാ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. നെയ്യ് ഒഴിച്ചിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ അവർക്ക് ഇഷ്ടം. അത് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതും. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അതിനൊരു കറിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇഷ്ടം കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ കറിയൊക്കെ ആയതിന് ശേഷം കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങളിതാ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. നല്ല വിശപ്പുള്ളതുകൊണ്ടാണോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി ഇഷ്ടം കൂടെ കഴിക്കാൻ. കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഉപ്പേരി വയ്ക്കാനിതാ പയറിനൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ്. നല്ല നാടൻ കുറ്റിപ്പയറാണ് കേട്ടോ. ഞാൻ തൊലിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എക്കിയും കൂടെ വന്നിട്ട് തൊലിക്കാൻ കൂടുന്നുണ്ട്. ഞാൻ രണ്ടാളും കൂടിയാണ് കേട്ടോ തൊലിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും ഇതാ ഇളയിച്ച് പായുടെ പായസം കൊണ്ടു തന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അത് കുടിക്കുകയാണ് കേട്ടോ. ഞാൻ പയറിനൊക്കെ ഇതാ ഉപ്പേരി വയ്ക്കാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. മുളഞ്ഞല്ലോ കേട്ടോ ഇവിടെ. അപ്പോൾ അവൾക്ക് ഇതാ ഞാൻ മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവളത് കൊണ്ടുപോയി കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കലൊക്കെ കഴിയുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഉമ്മി ആങ്ങളി നാത്തോനും കുട്ടികളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അവർ പോയ ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെ പത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ അതിനൊന്ന് പാക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. വലിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാനിതാ 2 അട്ടപ്പെട്ടിയിലാട്ടോ ആക്കിയിട്ടുള്ളത്. ഇത് 7 മണിക്കുള്ള ഓർഡറാണ് കേട്ടോ. 7 മണിയാകുമ്പോൾ അവർ വന്നിട്ട് അത് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യാം. എല്ലാ ഞായറാഴ്ച എനിക്ക് ഇതുപോലെ തന്നെ 2-3 ഓർഡറൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ. പാത്രം കഴുകാനുണ്ട്, അവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കുകയൊക്കെ വേണം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.